ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീ PSC വേഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നവോത്ഥാന നായകന്മാരെ പഠിക്കുമായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാഗ്ഭടാനന്ദനെക്കുറിച്ചാണ്. പഠിക്കാം. അദ്ദേഹം 1885 ഏപ്രിൽ 27 കണ്ണൂർ ജില്ലയിലെ പാട്യം എന്ന സ്ഥലത്താണ് ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നായിരുന്നു. ബാല്യകാല നാമം എന്ന് പറയുന്നത് കുഞ്ഞിക്കണ്ണൻ എന്നാണ്. മലബാറിലെ ശ്രീനാരായണ ഗുരു, കാവ്യ ഉപേക്ഷിച്ച് ഖദറണിഞ്ഞ നവോത്ഥാന നായകൻ, ബാലഗുരു എന്നിങ്ങനെ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. 1914 അദ്വൈതാശ്രമത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത്. അതുപോലെ ആത്മവിദ്യാ സംഘം അദ്ദേഹം 1917 സ്ഥാപിക്കുന്നു. അതിൻ്റെ മുഖപത്രമാണ് ആത്മവിദ്യാ കാഹളം എന്ന് പറയുന്നത്. അത് 1929 പ്രസിദ്ധീകരിക്കുന്നത്. അതുപോലെ ആത്മവിദ്യാ കാഹളം, പിന്നെ ശിവയോഗ വിലാസം, അങ്ങനെ തുടങ്ങിയ നിരവധി മാസികകൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. അതുപോലെ യജമാനൻ എന്ന മാസിക അദ്ദേഹത്തിൻ്റെയാണ്. യജമാനൻ എന്ന മാസിക വാഗ്ഭടാനന്ദൻ്റെ മാസികയാണ്. പ്രീതിഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ചുണ്ട്. പ്രധാനപ്പെട്ട പോയിൻറ്റ്സൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും പഠിക്കുക. ബൈ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീ PSC വേഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നവോത്ഥാന നായകന്മാരെ പഠിക്കുമായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാഗ്ഭടാനന്ദനെക്കുറിച്ചാണ്. പഠിക്കാം. അദ്ദേഹം 1885 ഏപ്രിൽ 27 കണ്ണൂർ ജില്ലയിലെ പാട്യം എന്ന സ്ഥലത്താണ് ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നായിരുന്നു. ബാല്യകാല നാമം എന്ന് പറയുന്നത് കുഞ്ഞിക്കണ്ണൻ എന്നാണ്. മലബാറിലെ ശ്രീനാരായണ ഗുരു, കാവ്യ ഉപേക്ഷിച്ച് ഖദറണിഞ്ഞ നവോത്ഥാന നായകൻ, ബാലഗുരു എന്നിങ്ങനെ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. 1914 അദ്വൈതാശ്രമത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത്. അതുപോലെ ആത്മവിദ്യാ സംഘം അദ്ദേഹം 1917 സ്ഥാപിക്കുന്നു. അതിൻ്റെ മുഖപത്രമാണ് ആത്മവിദ്യാ കാഹളം എന്ന് പറയുന്നത്. അത് 1929 പ്രസിദ്ധീകരിക്കുന്നത്. അതുപോലെ ആത്മവിദ്യാ കാഹളം, പിന്നെ ശിവയോഗ വിലാസം, അങ്ങനെ തുടങ്ങിയ നിരവധി മാസികകൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. അതുപോലെ യജമാനൻ എന്ന മാസിക അദ്ദേഹത്തിൻ്റെയാണ്. യജമാനൻ എന്ന മാസിക വാഗ്ഭടാനന്ദൻ്റെ മാസികയാണ്. പ്രീതിഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ചുണ്ട്. പ്രധാനപ്പെട്ട പോയിൻറ്റ്സൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും പഠിക്കുക. ബൈ.